ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് സോങ് സെലക്ഷൻ. ഒരു മത്സരത്തിൽ പാട്ട് പാടുമ്പോൾ കുട്ടികൾ സോങ് സെലക്ട് ചെയ്യുന്നത് എത്തരത്തിലാണ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്ത് തരാൻ ഒരാളുടെ സഹായം ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് നമ്മുടെ കോൺടാക്ട് നമ്പർ ചോദിക്കാറുണ്ട്. ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ സാറിൻ്റെ കോൺടാക്ട് നമ്പർ തരുമോ, ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്പർ കൊടുത്താൽ കൂടുതൽ പേരും ആദ്യം ചോദിക്കുന്നത് ചിലപ്പോൾ എനിക്ക് മത്സരത്തിലേക്കൊരു മാപ്പിളപ്പാട്ട് വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും വിളിക്കുക. എൻ്റെ മോന് അല്ലെങ്കിൽ മോള് 2ാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലാണ്, 10ാം ക്ലാസ്സിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറ്റിയൊരു പാട്ടൊന്ന് പറഞ്ഞുതരുമോ എന്ന് പറയും. അപ്പം അതിന് നമുക്ക് കൊടുക്കാനൊരു ഉത്തരം, അത് ഇനി ചോദിക്കാൻ പോകുന്ന ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നോട് ചോദിച്ചിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഉത്തരമായിരിക്കും. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ശബ്ദം കേൾക്കാതെ എനിക്കൊരു പാട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് തരാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പാട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ പാട്ട് പാടിപ്പിച്ച് നോക്കിയിട്ട് അവരുടെ ശബ്ദത്തിന് ഉതകുന്ന പാട്ടുകൾ മാത്രമാണ്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുത് എന്ന് പറയുമല്ലോ. അപ്പോൾ നമുക്ക് പൊങ്ങാത്ത സംഗതി നമ്മൾ പൊക്കി നോക്കുമ്പോഴുള്ള പ്രയാസം എങ്ങനെ ഉണ്ടാവും, അതേപോലെ ആയിരിക്കും നമുക്ക് പാടാൻ പ്രയാസമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴും. ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ കലോത്സവങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ കുറേ സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇസ്ലാമിക കലാമേളകളിലൊക്കെ ഈ ഒരു മത്സരങ്ങൾ വരുന്ന സമയത്ത് ഇതിനൊക്കെ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്, അതുപോലെ അറബി ഗാനങ്ങൾ, മദ്ഹ് ഗാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഏതൊരു പാട്ടുകളാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് പാടാൻ പറ്റുന്ന എങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള പാട്ടുകൾ എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് പാടാൻ ഉതകുന്നൊരു പാട്ട്, അത് പാടി നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രയാസമാണെങ്കിലും അത് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്താൽ, നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പാടാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ നമുക്കിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ രക്ഷിതാക്കളുടെ സഹായമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടായിരിക്കും ആവശ്യം. കുട്ടികൾ പാടുന്ന സമയത്ത് ശ്രോതാക്കളായിട്ട് വീട്ടിൽ രക്ഷിതാക്കൾ ഇരുന്നിട്ട് കേട്ട് നോക്കിയിട്ട് ഈ പാട്ട് പാടുമ്പോൾ ഏതൊരു മ്യൂസിക് അറിയാത്ത ആളുകളാണെങ്കിലും പാട്ട് കേൾക്കാൻ, ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയും. അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. കാരണം അത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അത്രത്തോളം നന്നായില്ല എന്ന് പറയാൻ എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. പ്രേക്ഷകരായിട്ട് നമ്മുടെ രക്ഷിതാക്കളെ വെക്കുക, എന്നിട്ട് അവരെ കേൾപ്പിച്ചിട്ട് അവർ പറയാണ് ആ പാട്ടിലേറെ നല്ലത് ഈ പാട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിൽ കേൾക്കാൻ ആ പാട്ട് തന്നെ ആയിരിക്കും ഒന്നുകൂടെ ഇമ്പം. ഓരോ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ശ്വാസപരമായിട്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ പിച്ച്, അതായത് കൂടുതൽ ഹൈ പിച്ച് കാര്യങ്ങളൊക്കെ പാടുമ്പോൾ പ്രയാസം വരികയാണെങ്കിൽ നമുക്കൊന്ന് ശ്രുതി താഴ്ത്തിയിട്ട് പാടി നോക്കാനോ, അല്ലെങ്കിൽ ഇനി അതല്ല അത്ര ഹൈ പിച്ച് ഇല്ലാത്ത പാട്ടുകൾ എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ പാടി നോക്കണം. നമ്മൾ കുറച്ച് പാട്ടുകൾ ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ലൊരു പാട്ട്, നമുക്ക് പാടാൻ വലിയൊരു പ്രയാസം വരാത്ത പാട്ടുകൾ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുതിയൊരു പാട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പാടിയിട്ടുള്ളൊരു ഏതെങ്കിലും പാട്ടായിക്കോട്ടെ, ആ ഒരു പാട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും പുതിയൊരു പാട്ട് എന്ന രീതിയിൽ ആ ഒരു പാട്ട് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടും. ഒന്ന് കേൾക്കാൻ രസമുള്ളൊരു പാട്ടാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്ത് ഈ പാട്ടായിക്കോട്ടെ ഞാൻ പാടുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുന്ന പാട്ടിൻ്റെ പിന്നാലെ കൂടണം എന്നില്ല. കാരണം അതിലും നല്ല എത്രയോ പാട്ടുകൾ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിലേറെ നിങ്ങൾക്ക് ഉതകുന്ന എത്രയോ നല്ല പാട്ടുകൾ മുമ്പുണ്ടാവും. അതിനർത്ഥം പുതിയ പാട്ടുകൾ അല്ലെങ്കിൽ ഇറങ്ങുന്ന പാട്ടുകൾ എടുക്കണ്ട എന്നല്ല. ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ആ ഒരു പാട്ട് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നമ്മുടെ ചാനലിൽ പാടിയിട്ടുണ്ട്, ഹറബ് നറർ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. ആ ഒരു പാട്ട് നമ്മൾ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന് ഒത്തിരി വ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ അതിൻ്റെ പുറമെ അത് വ്യൂസ് വരുന്നുണ്ടെന്ന് അറിയാനുള്ള മറ്റൊരു വഴി മറ്റു വേദികളിൽ കുട്ടികൾ എടുത്ത് പാടുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഹറബ് നറർ എന്ന പാട്ടൊന്നും വേദികളിൽ വല്ലാതെ കേൾക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ആ പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം പോയ വേദികളിൽ നിന്ന് കുറേ കുട്ടികൾ, അത് പാടാൻ കഴിയുന്ന കുട്ടികളും കഴിയാത്ത കുട്ടികളൊക്കെ അത് സെലക്ട് ചെയ്ത് പാടുന്നത് കേൾക്കാനിടയായി. അതായത് ഇപ്പോൾ നമ്മൾ പാടിയെന്നുണ്ട് ആളുകൾ എടുത്ത് പാടി എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ഞാനിപ്പോൾ നമ്മളത് പാടി അത് നിങ്ങൾ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതൊന്നല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്. കാരണം ഹറബ് നറർ എന്ന പാട്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പാടി എന്ന് വെച്ചിട്ട് നമുക്ക് അതേ പെർഫെക്ഷനോട് കൂടി വേദിയിൽ പാടാൻ പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല. അപ്പോൾ ഈ പാട്ടുകൾ, ഈ ഹറബ് നറർ പോലത്തെ പാട്ടുകൾ പാടുമ്പോൾ ശ്വാസത്തിന് പ്രയാസം ചിലപ്പോൾ നേരിടും. ഒരു തരത്തിലും ആ ഒരു ബ്രീത്ത് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല, ഒറ്റ ശ്വാസത്തിൽ ഇന്ന വരികൾ പാടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ട് മാറ്റി തന്നെ വേണം. ഞാനിപ്പോൾ പാടിയ സമയത്തല്ല ആ പാട്ട് ഇറങ്ങുന്നത്, ചില ആളുകൾ അപ്പോഴായിരിക്കും ആ പാട്ട് കേൾക്കുന്നത്. കാരണം മുമ്പേ ആ പാട്ട് 10 വർഷങ്ങൾക്ക് മുമ്പേ ആ പാട്ട് യൂട്യൂബിലുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് പാടുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാട്ടിൽ മാത്രം പിടിച്ച് തൂങ്ങാതെ നമുക്ക് വേറെ ഒത്തിരി പാട്ടുകൾ ഉണ്ടാവും.
അപ്പോൾ അതിൽ ഓരോന്നോരോന്ന് നോക്കിയിട്ട് അതിൽ പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരോടും. അതായത് പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ സംശയം അല്ലെങ്കിൽ വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഈ പാട്ടാണോ നല്ലത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എനിക്കൊരു പാട്ട് പറഞ്ഞു തരുമോ, അതുപോലെ ഈ റബീഉൽ അവ്വൽ സമയങ്ങളിലൊക്കെ ഒരു മദ്ഹ് പാട്ട് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ കുട്ടികളായിരിക്കും കൂടുതലും വിളിക്കുക. അപ്പോൾ ഈ കുട്ടികളുടെ ഒത്തിരി പാട്ടുകൾ ഈ മദ്ഹ് പാട്ട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. കുട്ടികൾ പാടുന്ന ഒത്തിരി പാട്ടുകൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക. ഓരോ പാട്ട് കേട്ടാൽ അതിൻ്റെ വരികളും അതിൻ്റെ ഒരു ട്യൂണും അതിന് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടാണോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ പാട്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കേട്ടത്ര പാട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എന്നോട് ചോദിക്കുന്ന കുട്ടികൾ അവർ കേൾക്കുന്ന പാട്ട് ചിലപ്പോൾ മദ്ഹ് പാട്ട് അത്ര പാട്ട് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ വേദിയിൽ പാടുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ചിലപ്പോൾ പഴയകാല മദ്ഹ് പാട്ടുകളായിരിക്കും കൂടുതലും നമ്മൾ പാടാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങനെയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക. ഈ ഒരു സെലക്ഷൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ എല്ലാ പാട്ടും അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ ഏതൊരു ലളിതഗാനാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ അറബി ഗാനാണെങ്കിലും റെസിറ്റേഷനിൽ പിന്നെ കൂടുതൽ അങ്ങനെ പറയാനില്ല. മലയാള പദ്യമാണെങ്കിൽ അത് ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതിൽ നല്ല പിച്ചും കാര്യങ്ങളൊക്കെ വരുന്ന പദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളാണ് പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പാട്ട് പഠിക്കുന്ന സമയത്ത് ഒറിജിനൽ പാട്ട് അവിടെ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ പാടണോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ആ ഒരു പാട്ടിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെങ്കിൽ അത് ഒരുപാട് പ്രാവശ്യം കേൾക്കുക. അപ്പം അങ്ങനെ കേട്ട്, അതായത് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പാട്ട് ഇങ്ങനെ കേട്ട് നോക്കിയിട്ട് അതിൻ്റെ ട്യൂൺ ഏകദേശം റൂട്ടൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് എന്നിട്ട് വേണം അതിൻ്റെ വരികൾ തേടി പിടിച്ച് പാടി നോക്കാൻ. അപ്പോൾ സ്കൂൾ തലത്തിൽ പാടിയ ആളുകൾ സബ് ജില്ലയിലേക്ക് പാട്ട് മാറ്റണം അല്ലെങ്കിൽ ജില്ലയിലേക്ക് പാട്ട് മാറ്റണം എന്നൊരു നിബന്ധനയൊന്നുമില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം സ്കൂളിൽ പാടിയ പാട്ടാണ്, അതുകൊണ്ട് ഈ വർഷം എനിക്ക് ആ പാട്ട് വേണ്ട, ഈ വർഷം വേറൊരു പാട്ടാക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പാട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പാട്ട് തന്നെ ചൂസ് ചെയ്യണതാണ് നല്ലത്. കാരണം അത് ഒരു വേദിയിൽ പാടി എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പാട്ട് നമുക്കതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ പാട്ട് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ തന്നെ കഴിഞ്ഞ വർഷം നന്നായി പാടിയ കുട്ടികളാണെങ്കിൽ ഈ വർഷം സ്കൂളിൽ അല്ലെങ്കിൽ സബ് ജില്ലയിൽ വരെ അത് തന്നെ പാടിക്കോ, ജില്ലയിലേക്ക് വേണമെങ്കിൽ മാത്രം പാട്ട് മാറ്റാം, അല്ലെങ്കിൽ ആ ഒരു പാട്ട് തന്നെ കൊണ്ട് പാടിയാൽ മതി എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി കുട്ടികളോട് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതികളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. മുമ്പ് എത്ര വേദികളിൽ പാടിയ പാട്ടാണെങ്കിലും നമ്മളങ്ങനെ മാറ്റി കളിക്കണം എന്നില്ല. നല്ലൊരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി പാടാൻ പറ്റുന്ന പാട്ട് ഏതാണോ ആ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് പാടാൻ ശ്രമിക്കുക. വേദികളൊക്കെ കിട്ടുമ്പോൾ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം വേദിയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീട്ടിൽ നിന്ന് എത്ര പ്രാക്ടീസ് ചെയ്താലും ലഭിക്കാത്തൊരു സംഗതിയാണ്. വേദിയിൽ തന്നെ പോയി പാടിയ എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമുക്ക് വേദി കാണുമ്പോഴുള്ളൊരു പേടിയും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ളൊരു ജില്ലാതല മത്സരത്തിൽ ഒരു കുട്ടി ആദ്യമായിട്ട്, നമ്മൾ പാട്ടെടുപ്പിക്കുന്നൊരു കുട്ടിയാണ്, ആദ്യമായിട്ട് ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അതൊരു ഇസ്ലാമിക കലാമേളയിലാണ്. ആ ഒരു വേദിയിൽ പങ്കെടുത്ത സമയത്ത് ആ ഒരു വേദിയുടെ ഒരു വലുപ്പവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ആ കുട്ടി ആകെ പേടിച്ചിട്ട് അതുവരെ നന്നായി പാടിയതിന് മോനെ. അപ്പോൾ ഈ ഒരു ആ ഒരു അമ്പിയറിൽ പാടിയുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പാട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലും പറയാൻ മറന്നുപോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേദി കിട്ടി എക്സ്പീരിയൻസ് ആവണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് ഓർമ്മപ്പെടുത്തുക. അത്തരം കമൻറ്റുകൾ വരികയാണെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.